ഓക്കെ ഗൈസ്, ഫോട്ടോഷോപ്പിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ ടൂൾസും ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഫോട്ടോഷോപ്പിൽ ഏതൊരു വർക്ക് ചെയ്താലും ഈ ടൂൾസിന്റെ ഏതെങ്കിലും ഒരു ടൂൾസിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ വീഡിയോക്ക് പോകുമ്പോൾ മറക്കാതെ ഈ ചാനലിനെ ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കോർണറിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടൂൾസ് 2 ലൈൻസ് ആയിട്ട് തന്നെ നമുക്ക് വിഷ്വൽ ആയിട്ട് ഷോ ആവും. അതിൽ ജസ്റ്റ് തിരിച്ചും നിങ്ങൾ ഈ ലൈനിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ലൈൻ ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ഏതാണ് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്നോ അതുപോലെ നിങ്ങൾ വെച്ചോളാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് മൂവ് ടൂൾ ആണ്. ഇപ്പോ ഓരോ ടൂളിന്റെ ഓരയും ഇങ്ങനെ ആ ടൂൾസിന്റെ ഓര കൊണ്ടുചെന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൂൾസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം നോക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ടൂൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൂൾസിന്റെ അകത്ത് തന്നെ വേറെ ഏതൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള ടൂൾസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റും. സോ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മൂവ് ടൂൾ. ഈ മൂവ് ടൂളിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇവിടെ ഓട്ടോ സെലക്ട് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കിയോളണം. അതില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്തോളൂ. കാരണം ജസ്റ്റ് ആ മൂവ് ടൂളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റും ഈ ഓട്ടോ സെലക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഫസ്റ്റ് മൂവ് ടൂളിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഫോട്ടോയിലുള്ള ഒബ്ജക്റ്റീവിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഈ ഹോൾ ഇമേജിനെയും നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഇപ്പോ ഇതാണ് ഞാൻ മൂവ് ടൂളിനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഇമേജിനെ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇമേജിനെ മൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് ലെയർ നിങ്ങൾ ലോക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ആക്കിയോളൂ. ആക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ പർട്ടിക്കുലർ ഇമേജ് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ ആ മൂവ് ടൂളിന്റെ അകത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആർട്ട് ബോർഡ് ടൂൾ ഉണ്ട്. ഈ ആർട്ട് ബോർഡ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോ ഇതൊരു ഹോൾ ഇമേജ് ആണ്. ഈ ഇമേജിൽ എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് സൈസിന് ഒരു ആർട്ട് ബോർഡ് വേണം. അതിനെ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിന്റെ വിത്തും ഹൈറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റിക്കോളാം. ബാക്ക്ഗ്രൗണ്ട് സൈസ് മാറ്റിക്കോളാം. അതുപോലെ ആർട്ട് ബോർഡിൽ അത് വെബ് സൈസ് ആണോ ഏത് സൈസ് ആണോ വേണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആർട്ട് ബോർഡിൽ ഇവിടെ മാറ്റാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഈ ആർട്ട് ബോർഡിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഇമേജിൽ ഏത് ഒബ്ജക്റ്റീവ് ആണ് ആ ആർട്ട് ബോർഡിൽ വരേണ്ടതുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഫൈൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ആർട്ട് ബോർഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ ആണ്. ഈ ടൂള് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മൂവ് ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഒരു ഹോൾ ഇമേജിന് ഞാൻ സെലക്ട് ചെയ്ത് മൂവ് ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്കൊരു പർട്ടിക്കുലർ ആ ഇമേജിലുള്ള ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് മാത്രം വേണം. അതിന് ഇപ്പൊ ഞാൻ റെക്ടാങ്കുലർ ടൂളിനെ യൂസ് ചെയ്ത് ഇപ്പൊ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ടൂളിനെ ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് എനിക്ക് എവിടെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ താഴെയുള്ള എലിപ്റ്റിക്കൽ മാർക്യൂ ടൂളും. സോ ജസ്റ്റ് ഇതിനെ ഇപ്പോ ആദ്യം വന്നത് റെക്ടാങ്കുലർ ആയിട്ടാണ്. ഇപ്പോ നമുക്ക് ജസ്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ ഇത് കിട്ടും. ഇങ്ങനെ ക്ലിക്ക് ചെയ്തോളാം. അതുപോലെ ആ ഒബ്ജക്റ്റീവ് മാറ്റെങ്കിൽ മാറ്റിക്കോളാം. ഇല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് മാത്രം നമുക്ക് ഏതെങ്കിലും കളർ കൊടുക്കണം അല്ലെങ്കിൽ പെയിന്റിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വൺസ് അത് ഫിനിഷ് ചെയ്തു. സോ തേർഡ് ഉള്ളത് സിംഗിൾ റോ മാർക്യൂ ടൂൾ ആണ്. സിംഗിൾ റോ മാർക്യൂ ടൂൾ. ഈ ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിനെ മാർക്യൂ ടൂളിനെ ക്ലിക്ക് ചെയ്ത് സിംഗിൾ മാർക്യൂ ടൂൾ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇതുപോലെ സെലക്ട് ആവും. അതുപോലെ സിംഗിൾ കാളം മാർക്യൂ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ആകാൻ പറ്റും. അതിനോട് സിംഗിൾ ലൈൻ നമുക്ക് വേറെ എന്തെങ്കിലും കളർ കൊടുത്ത് ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണം. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലേസോ ടൂൾ ആണ്. ഈ ടൂൾ ഇപ്പൊ എക്സാമ്പിൾ ഈ ലേസോ ടൂളിനെയും നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഈ ലേസോ ടൂളിനെ ഞാൻ ക്ലിക്ക് ചെയ്തു. ആ ഒബ്ജക്റ്റിനെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തോളാം. ഓക്കെ, സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ഉള്ളത് പോളിഗൺ ലേസോ ടൂൾ. ഈ ലേസോ ടൂളിനെ ക്ലിക്ക് ചെയ്ത് അതൊരു ലൈനായിട്ട് നമുക്ക് എവിടെയെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഏതൊരു ടൂൾസ് സെലക്ഷൻ ടൂൾസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും അത് ഏത് സ്ഥലത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്ഥലത്തിൽ കൊണ്ട് തന്നെ അത് എൻഡ് ചെയ്യണം. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലേസർ ടൂളാണ്. ഈ ടൂൾ ഇന്നും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂളാണ്. സോ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവിന്റെ ബോർഡേഴ്സ് നമുക്ക് മാഗ്നറ്റിക് എഫക്റ്റിൽ തന്നെ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോ ഇത് ആ ട്രീന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ ട്രീന്റെ ബോർഡറിനെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ സെലക്ട് ആകും.
ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഓബ്ജക്ട് സെലക്ഷൻ ടൂളാണ്. ഈ ഓബ്ജക്ട് സെലക്ഷൻ ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഒരു ഓബ്ജക്റ്റിനെ, ഇപ്പൊ എക്സാമ്പിൾ ഇതാണ് നമുക്ക് ഈ ട്രീ ആണ് ഒരു ഓബ്ജക്റ്റ് എങ്കിൽ ഈ ഓബ്ജക്റ്റിനെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തോളാം. ഓക്കെ സോ ഈ ഓബ്ജക്റ്റ് ഉള്ള നോക്കി ജസ്റ്റ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു, പക്ഷെ ആ ട്രീ മാത്രം സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഇതൊരു ട്രീ ആണ്, ഈ ട്രീനെ മാത്രം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബോർഡർ വൈസ് നമ്മൾ തന്നെ മാനുവലായിട്ട് സെലക്ട് ചെയ്യണം. പക്ഷെ ഈ ഓബ്ജക്റ്റ് ടൂളിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഈ റെക്ടാംഗുലർ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മാനുവലായിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രീ നമുക്ക് തനിച്ച് എഫക്റ്റിൽ കിട്ടുന്നത് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടെങ്കിൽ ആ ട്രീ മാത്രം തനിച്ച് നമുക്ക് മൂവ് ചെയ്ത് കിട്ടും. എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ സോ ഓബ്ജക്റ്റ് ടൂളിന് ശേഷം താഴെ ക്വിക്ക് സെലക്ഷൻ ടൂൾ ആണ്. ഇപ്പൊ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഇപ്പൊ എക്സാമ്പിൾ ഒരു ഓബ്ജക്റ്റീവില് ഒരു സെപ്പറേറ്റ് കളേഴ്സ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ താഴെ ഉള്ള ഈ തറയെ മാത്രം എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വിക്ക് ഓപ്ഷൻ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം തനിച്ച് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. അതിന്റെ ബോർഡറിനെ ജസ്റ്റ് സെന്ററിൽ വെച്ച് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുണ്ടെങ്കിൽ അതിന്റെ ബോർഡർ നിങ്ങൾക്ക് തനിച്ച് തന്നെ കിട്ടും. ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുറത്ത് പോയിരുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്, ഈ മൈനസിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഞാൻ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ അതുപോലെ തിരിച്ചും പ്ലസ് ചെയ്ത് ഇതിനെ ഇന്നും കുറച്ചുകൂടെ കൊണ്ടുവരാം. സോ ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഉള്ളത് മാജിക് വൺ ടൂൾ ആണ്. ഇതൊരു സെപ്പറേറ്റ് ടൂൾ ആണ്. ഈ ടൂൾസ് ജസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു വൈറ്റ് ഓബ്ജക്റ്റീവ് ആണ്, ഇതിന് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റീവ് സെപ്പറേറ്റ് ആയിട്ട് തനിച്ചായിട്ട് നമുക്ക് ഈ രാത്രി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും. കണ്ടോ ഇതിനെ നമ്മൾ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ആ ട്രീ സെലക്ട് ആക്കാതെ ആ സ്കൈ ബ്ലൂനെയും വൈറ്റിനെയും തനിച്ച് തന്നെ അത് സെലക്ട് ആക്കി നമുക്ക് കൊണ്ടുപോകും. അതുപോലെ ഇവിടെ ജസ്റ്റ് മാജിക് വൺ ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സി നമുക്ക് ഈ ഓബ്ജക്റ്റ് തനിച്ച് കിട്ടും. ഓക്കെ ഇതിന് യൂസ് ചെയ്തോളാം. ഓക്കെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ക്രോപ്പ് ടൂൾ ആണ്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ടൂൾ. ഇപ്പൊ ഈ ക്രോപ്പ് ടൂളിനെ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഒരു പർട്ടിക്കുലർ ഇമേജിനെ ക്രോപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കുകയുള്ളൂ ഈ ക്രോപ്പ് ടൂളില് വൈരെ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ നമുക്ക് ആവശ്യപ്പെട്ട റേഷ്യോ നമ്മൾ തന്നെ മാനുവലായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഈ റേഷ്യോ ആണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാനുവലായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ അതിന്റെ ഒറിജിനൽ റേഷ്യോ വേണമെന്നുണ്ടെങ്കിൽ ആ ഫുൾ ഇമേജ് നമുക്ക് സെലക്ട് ആവും. അതിനെ നമുക്ക് മാനുവലായിട്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. എനിക്ക് ഈ ട്രീ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ആ ഇമേജ് ക്രോപ്പ് ആയി നമുക്ക് ആ ട്രീ മാത്രം തനിച്ച് കിട്ടും. അതുപോലെ ഓരോ റേഷ്യോ ഏത് റേഷ്യോയിലാണ് നിങ്ങൾക്ക് വേണ്ടത്, 5.7 ആണോ 16:9 ആണോ, സോ ഏത് റേഷ്യോയിൽ വേണമോ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ ആണ്. ദിസ് വൺ ഡിഫറെന്റ് ടൂൾ. ഇപ്പൊ ഈ ടൂളിനെ യൂസ് ചെയ്ത് എനിക്ക് ഈ സ്ക്രീനിൽ എനിക്ക് ജസ്റ്റ് ഇതിനെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ആ സ്ക്രീനിന്റെ വിഷ്വൽ എനിക്ക് മാറ്റാൻ പറ്റും. ഈ കോർണറിൽ വെച്ച് ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റി, അതുപോലെ ഈ കോർണറിൽ വെച്ച് ഇതിനെ ഇങ്ങനെ മാറ്റി. എനിക്ക് ഈ വിഷ്വലൈസിലാണ് എനിക്ക് ആ ഇമേജ് ആവശ്യപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വിഷ്വലൈസിനാണോ എനിക്ക് ആവശ്യം അതിങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ജസ്റ്റ് ഈ പേജ് ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രം ആ ഫുൾ സ്ക്രീനിൽ വിഷ്വലൈസിൽ നേരായിട്ട് കിട്ടും. നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സി നെക്സ്റ്റ് നോക്കുന്നത് സ്ലൈസ് ടൂൾ ആണ്. സ്ലൈസ് ടൂൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഡിസൈനേഴ്സ് ആണ്. ഇപ്പൊ ഇതാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ പേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാനറിന്റെ ആവശ്യം ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ആയിട്ട് ഒരു വെബ്സൈറ്റിന്റെ ഹോം പേജോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേജസിനെ ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മാനുവൽ വെബ്സൈറ്റിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാനർ ആ ഇമേജിന്റെ ബാനേഴ്സ് എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ മെനു ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മെനു ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ എന്റെ കണ്ടന്റ് പാർട്സ് താഴാണ് വേണമെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് പാർട്സ് എനിക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും. സോ എനിക്ക് സെപ്പറേറ്റ് സ്ലൈഡ്സ് ആയിട്ട് കിട്ടും. അതുപോലെ നമുക്ക് HTML ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഫോട്ടോഷോപ്പിലുള്ള ടെംപ്ലേറ്റ് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് സ്ലൈസ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ലൈസ് സെലക്ഷൻ ടൂള് ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സ്ലൈസിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ടൂളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രെയിം ടൂളാണ്. ഈ ഫ്രെയിം ടൂൾ ഇപ്പൊ എക്സാമ്പിൾ ഇത് ഒരു ഇമേജ് ആണ്. ഓക്കെ
ഇപ്പോ ഞാൻ ഇവിടെ ഒരു ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഫ്രെയിമിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ കാണുന്ന ഈ ഇമേജിനെ ഞാൻ ആ ഫ്രെയിമിന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. ആ ഫ്രെയിമിന്റെ അകത്ത് ആ ഇമേജിന്റെ ഏത് പാർട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറച്ചോ. നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് അകത്ത് തന്നെ ഇന്നൊരു ഫ്രെയിം യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഇന്നൊരു ഇമേജിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഐ ഡ്രോപ്പർ ടൂൾ ആണ്. ഇപ്പോൾ ഐ ഡ്രോപ്പർ ടൂളിന് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഇതിനെ എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ പർട്ടിക്കുലർ ഇപ്പൊ ഉയരമുള്ളത് ആ കളർ സ്കൈ ബ്ലൂ കളർ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഈ ഗ്രീനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിൽ കിട്ടുന്ന ടോട്ടലി ആ ഗ്രീൻ കളറും അതിന്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കൈ ബ്ലൂ നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ 3D മെറ്റീരിയൽ ഐ ഡ്രോപ്പർ ടൂൾ ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ മെയിനായിട്ട് 3D മെറ്റീരിയൽ ഐ ഡ്രോപ്പർ ടൂൾ ഈ ഇമേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നൗ ഐ എം ഗോയിങ് ടു സ്കിപ്പ് ഇറ്റ് നൗ. നെക്സ്റ്റ് ഉണ്ട് കളർ സാമ്പിളർ ടൂൾ. ഇപ്പോ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഈ കളർ സാമ്പിളർ ടൂളിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ സ്കൈ ബ്ലൂവിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. അതില് നമ്മൾ ഈ കർസറിനെ മൂവ് ചെയ്യുമ്പോൾ ആ റെഡ് ഓരോ കളേഴ്സിലും നിറച്ച് കളർ മിക്സിംഗ് ആയിരിക്കും. സ്കൈ ബ്ലൂ എന്ന് പറയുന്നത് ആ സ്കൈ ബ്ലൂവിൽ തന്നെ വൈറ്റ് ഉണ്ടാവും, ആ സ്കൈ ബ്ലൂവിൽ റെഡിന്റെ ഒരു ഇത് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും അതിൽ. അപ്പൊ ആ കളർ മിക്സിംഗ് എത്രയാണെന്നുള്ളത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഇൻഫോയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. 104 റെഡ്, 188 ഗ്രീന്, 230 ബ്ലൂ. സോ ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഗ്രീനെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രീനിന്റെ സൈസ് മാറുന്നത് കാണാം. 169 ഗ്രീൻ, 137 റെഡ്, ബ്ലൂ 30. സോ ഇതുപോലെ നമുക്ക് ആ പർട്ടിക്കുലർ കളേഴ്സ് ഒന്ന് എത്രയാണ് മിക്സ് ആയിരിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ഉണ്ട് റൂളർ ടൂൾ. ഈ റൂളർ ടൂൾ ഇപ്പൊ എക്സാമ്പിൾ ഒരു ഇമേജ് ആണെന്ന് വെച്ചോളൂ. ആ ഇമേജിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഇപ്പൊ ഇതൊരു ഇമേജ്. ഓക്കെ, ഇതൊരു ഇമേജ്. ഈ ഇമേജില് ഇപ്പൊ ഇതൊരു ഇമേജിൽ വെച്ചോളൂ. ഈ ഇമേജ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഈ ഇമേജ് ചിലപ്പോൾ നമുക്ക് ഒരു റൊട്ടേഷൻ സൈസ് വേറെ പോലെയാണ് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂളർ ടൂളിനെ യൂസ് ചെയ്ത് ഞാൻ ഈ ഇമേജിന്റെ ഈ വശത്തും അതുപോലെ ഈ ഇമേജിന്റെ ഈ വശത്തും ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുത്താൽ മതി. ആ ഇമേജിനെ നമുക്ക് സ്ട്രൈറ്റ് ആക്കാൻ പറ്റും. സം ഓബ്ജക്റ്റീവ് നമുക്ക് വേറെ പൊസിഷനിലാണ് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമുക്ക് ഈ റൂളർ ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് കൊടുത്തത് നോട്ട് ടൂൾ ആണ്. നോട്ട് ടൂൾ ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഈ നോട്ട് ടൂൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇമേജിന്റെ ഇപ്പൊ ഏതെങ്കിലും നോട്ട്സ് നമുക്ക് ഇതിപ്പോ ഇതിനെ ക്ലിക്ക് ചെയ്തു, ഇതൊരു ട്രീ ആണ് എന്നുള്ള നോട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് സ്കൈന് കൊടുക്കാം. സോ ആ ഇമേജ് നമുക്ക് എപ്പോൾ ഓപ്പൺ ചെയ്തെങ്കിലും ആ നോട്ട്സ് നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണുന്നത് സ്കൈ, ഇവിടെ കാണുന്നത് ട്രീ. ഇതുപോലെ നോട്ട്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് കൊണ്ടുവരുന്നത് കൗണ്ട് ടൂൾ ആണ്. കൗണ്ട് ടൂൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ ഇത് ഒരു ഇമേജ് ആണെന്ന് വെച്ചോളൂ. ഈ ഇമേജില് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഒരു അതിലിരിക്കുന്ന ജസ്റ്റ് മൊബൈൽസ് അല്ലെങ്കിൽ ലാപ്ടോപ്സിന്റെ മാത്രം കൗണ്ടിങ് എനിക്ക് അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ലൈഡിൽ എനിക്ക് ചില കൗണ്ടിങ് നമ്പേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നാവും. അതുപോലെ ഇതിന്റെ കളർ, ആ ഒന്നിന്റെ കളർ എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തോളാം. അതുപോലെ അതിന്റെ മാർക്കർ സൈസ് എത്ര വേണമെന്നുള്ള കാര്യം നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇപ്പോ ഇത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് 2 മാർക്ക് 3 4 5. സോ അതുപോലെ കൗണ്ടിങ് കൊടുക്കാനാണ് കൗണ്ടർ ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഇപ്പോൾ ഈ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിനെ പ്രസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നോക്കൂ, ഇവിടെ ഞാൻ വെച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേസ് ഒന്ന് നമുക്ക് ഹീൽ ആവുന്നത് കാണാൻ പറ്റും. സോ ഒബ്ജക്റ്റ് ഹൈഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്.
ഇനി അതുപോലെ ഹീലിംഗ് ബ്രഷ് ടൂൾ തനിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ അതിന്റെ താഴെയുള്ള ഹീലിംഗ് ബ്രഷ് ടൂളിനെ ഞാൻ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആബ്ജക്റ്റിനെ ഈ സ്ഥലത്ത് ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ വെച്ച് ആർട്ടിനെ പ്രസ് ചെയ്ത് മൗസിനെ ക്ലിക്ക് ചെയ്തിട്ട് സോ ഇവിടെ വന്ന് ഞാൻ അത് ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോ ആ പർട്ടിക്കുലർ ആബ്ജക്റ്റിനെ ഇവിടെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ വി ആർ യൂസിങ് സ്പാർക്ക് ഹീലിംഗ് ബ്രഷ് ടൂൾ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാച്ച് ടൂൾ ആണ്. ഈ പാച്ച് ടൂൾ ഇപ്പൊ ഈ പാച്ച് ടൂളിനെ ജസ്റ്റ് ഞാൻ ഈ സ്ഥലത്തിനെ റീമാർക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തതിനു ശേഷം ഞാനിപ്പോ ആദ്യം സോഴ്സിലാണ് ക്ലിക്ക് ചെയ്തതുണ്ടെങ്കിൽ ജസ്റ്റ് സി നമുക്ക് ഏത് സ്ഥലത്തിൽ ഞാൻ എന്റെ കർസറിനെ മാറ്റിയിരുന്നോ ആ പഴയ ഒബ്ജക്റ്റ് ആ സ്ഥലം നമുക്ക് റീപ്ലേസ് ആവും. ഓക്കെ, സോ അതുപോലെ ഡെസ്റ്റിനേഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാം. അത് പക്ഷെ നമ്മൾ ആ പ്രീവിയസ് ഒബ്ജക്റ്റും നമുക്ക് എറേസ് ആവത്തില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിന് നമ്മൾ പാച്ച് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടന്റ് അവർ മൂവ് ടൂൾ ആണ്. കണ്ടന്റ് അവർ മൂവ് ടൂൾ പാച്ച് ടൂളിന്റെ പോലെയാണ്, പക്ഷെ നമുക്ക് ആ ആബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സോ അങ്ങനെ ആ ആബ്ജക്റ്റീവ് നമുക്ക് മൂവ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ സ്ഥലത്തിൽ വേറെ ഒന്നും ഫുൾഫിൽ ആകത്തില്ല. ഓക്കെ, ഓക്കെ കണ്ടന്റ് അവർ മൂവ് ടൂൾ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് റെഡ് ഐ ടൂൾ ആണ്. സോ റെഡ് ഐ ടൂൾ ഇറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഇപ്പോ നമുക്ക് ഒരു ഇമേജ് എടുക്കാം. ഈ ഇമേജിൽ സോ അതിന്റെ കളർ റെഡ് ആണല്ലേ. ഇപ്പോ നമുക്ക് ഈ റെഡ് ഐ ടൂളിനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആ അതിന്റെ അകത്ത് വെച്ച് അത് ക്ലിക്ക് ചെയ്താൽ മതി, അത് ജസ്റ്റ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇതുപോലെ അതിന്റെ കളർ വേറെ ഏതായിരുന്നാലും അതിനെ ജസ്റ്റ് ബ്ലാക്ക് നമ്മുടെ ആ കളറിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രഷ് ടൂൾ ആണ്. ബ്രഷ് ടൂൾ ഇസ് എ വെരി ഈസി ടൂൾ. ബ്രഷ് ടൂളിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യപ്പെട്ട കളർ എന്താണോ ആ കളറിനെ, ഇപ്പൊ എക്സാമ്പിൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രീനെ ചൂസ് ചെയ്തിട്ട് ബ്രഷ് ടൂളിനെ പ്രസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ആ ആവശ്യപ്പെട്ട കളർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് പെൻസിൽ ടൂൾ ആണ്. പെൻസിൽ ടൂൾ ഓൾസോ ലൈക്ക് ബ്രഷ് ടൂൾ ഓൺലി. പക്ഷെ പെൻസിലിന്റെ സൈസ് നമ്മൾ എത്ര വേണമെങ്കിലും ഇന്നും ഡിക്രീസ് ചെയ്തോളാം. ഡിക്രീസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സൈസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഈ മോഡില് ഏത് മോഡോ ഡാർക്കൺ മോഡാണോ വേണ്ട, ഏത് മോഡാണോ അത് ചൂസ് ചെയ്യാം. അതുപോലെ ഒരു ഓപ്പാസിറ്റി ലെവൽ നമുക്ക് കൂട്ടാം കുറയ്ക്കാം. ഓക്കെ, പെൻസിലിന്റെ ഓപ്പാസിറ്റി ലെവൽ നമുക്ക് കൂട്ടാം. അതുപോലെ സ്മൂത്തിങ് ലെവൽ നമുക്ക് എത്ര വേണമോ അത് ഇൻക്രീസ് ചെയ്തോളാം നമുക്ക്. ഓക്കെ, സോ ഇതിനൊക്കെ നമുക്ക് പെൻ ആൻഡ് പെൻസിൽ ടൂൾ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കളർ റീപ്ലേസ്മെന്റ് ടൂൾ ആണ്. ഇപ്പൊ കളർ റീപ്ലേസ്മെന്റ് ടൂൾ ഇപ്പൊ ഇതൊരു ഇമേജ് ആണ്. ഈ ഇമേജില് നമ്മൾ ഈ കളർ റീപ്ലേസ്മെന്റ് ടൂളിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന കളറിന്റെ കൂടെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കളർ അപ്ലൈ ആവും. ഇപ്പൊ ഞാൻ ഇതിനെ ഇപ്പൊ എക്സാമ്പിൾ ഒരു ഗ്രീൻ കളറാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്ന വെച്ചോളൂ. ആ ഗ്രീൻ കളറിനെ ഞാൻ ജസ്റ്റ് കളർ റീപ്ലേസ്മെന്റ് ടൂളിനെ ക്ലിക്ക് ചെയ്ത് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഓബ്ജക്റ്റീവ് എനിക്ക് ഗ്രീൻ ആയിട്ട് മാറി കിട്ടും. ഓക്കെ, അതുപോലെ ഈ ഓബ്ജക്റ്റീവ് ഞാൻ മാറ്റിലേക്ക് ഇതിനെ ഞാൻ റീപ്ലേസ് ചെയ്തോളാം. ഇപ്പൊ വൈറ്റിലാണെന്നുണ്ടെങ്കിൽ പ്യൂർ ഗ്രീൻ ആയിട്ട് മാറും. ഇല്ല മറ്റേതെങ്കിലും കളറിലാണെന്നുണ്ടെങ്കിൽ ആ കളറിന്റെ കൂടെ മിക്സ് ആയി ഇത് റീപ്ലേസ് ആയി കിട്ടും. ഓക്കെ, സോ ഓൺലി വി ആർ യൂസിങ് കളർ റീപ്ലേസ്മെന്റ് ആൻഡ് മിക്സർ ബ്രഷ് ടൂൾ. മിക്സർ ബ്രഷ് ടൂൾ നമുക്ക് ഒരു കളർ ഉണ്ടെങ്കിൽ ആ കളറിന്റെ കൂടെ നമുക്ക് ഇന്നൊരു കളർ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തോളാം. ഇപ്പൊ ഞാൻ ഇതിൽ റെഡ് കളറാണ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ കൂടെ ആ കളർ എനിക്ക് ആവശ്യപ്പെട്ട ആ റെഡ് കളർ ഞാൻ മിക്സ് ചെയ്തോളാം. അതുപോലെ നമുക്കതിന്റെ മിക്സിംഗ് ലെവൽ നമ്മൾ ചേഞ്ച് ചെയ്തോളാം. ആൻഡ് അതെങ്ങനെയാണ് ഡ്രൈ ലെവലിലാണോ മിക്സ് ചെയ്യേണ്ടത്, ഇത് ഏത് ലെവലാണെന്നുള്ളത് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓൺലി വി ആർ യൂസിങ് ദിസ് വൺ. And next is clone stamp tool. Clone stamp tool is very different tool. ഇപ്പോ clone stamp toolനെ ഇപ്പൊ ഞാൻ ഈ clone stamp toolനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് clone stamp toolന്റെ സൈസിനെ ഇൻക്രീസ് ചെയ്തോളാം. ഇൻക്രീസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഓയില് ഈ സ്റ്റാമ്പ് ടൂളിനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അതുപോലെ തന്നെ എനിക്കിപ്പോ ഇവിടെയാണ് ആ
ആബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവിടെ ചേഞ്ച് ചെയ്തോ. ജസ്റ്റ് എനിക്ക് ഈ ഗ്രീൻ ആണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ പ്രസ് ചെയ്ത് ഗ്രീൻ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ആബ്ജക്റ്റ് എനിക്ക് ആ സ്ഥലത്ത് റീപ്ലേസ് ആവും. ഇപ്പൊ നമുക്കൊരു ഷർട്ട് ഉണ്ട്, ആ ഷർട്ടിലെ വൺ സൈഡിലാണ് അതുപോലെ ഈ സൈഡും ഇപ്പൊ ഇപ്പുറത്തുള്ള ഈ ആബ്ജക്റ്റീവ് സെയിം ആബ്ജക്റ്റീവ് ഇപ്പുറത്തും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോൺ സ്റ്റാമ്പ് ടൂളിനെ യൂസ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്ലോൺ സ്റ്റാമ്പ് ടൂളിനെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ മാറ്റുന്നുണ്ടെങ്കിൽ സെയിം ആബ്ജക്റ്റീവ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് pattern stamp tool. Pattern stamp tool is some other different tool. പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ ഞാൻ വേറൊരു ഇമേജ് എടുക്കുകയാണ്. ഈ ഇമേജ് ഈ ഫേസിൽ എനിക്ക് വേറെ ഏതെങ്കിലും കളർ മാറ്റണം പറ്റും, ഞാൻ വേറെ വെള്ള ഇതും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാറ്റേൺ ടൂൾ യൂസ് ചെയ്യാം. ഈ പാറ്റേൺ ടൂൾസ് അതിന് ഞാൻ ജസ്റ്റ് ഇതിനെ അൺലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലെയർ കൂടെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് പാറ്റേൺ സ്റ്റാമ്പ് ടൂളിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഏത് പാറ്റേൺ ആണ് ആവശ്യം, നിറച്ച് പാറ്റേൺസ് ഉണ്ട്. പാറ്റേൺസ് നിറച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഗൂഗിളിൽ നിന്ന്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ വാട്ടർ പാറ്റേൺ ആണ് ആവശ്യം, ജസ്റ്റ് നമുക്കത് ഏതാണ് ആവശ്യം എന്നുള്ളത് നമ്മളിവിടെ കൊണ്ടുവന്നു. ചിലപ്പോൾ എനിക്ക് ഈ ബ്ലൂ ആണ് ആവശ്യമെങ്കിൽ ആ പാറ്റേൺ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിനെ ഇവിടെ അപ്ലൈ ചെയ്യാം. ആ ഫേസിൽ അപ്ലൈ ചെയ്യാം. സെയിം ടൈം ഇതിനെ ഞാൻ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ എനിക്ക് ഏതാണോ ആവശ്യം അത് ഞാൻ ചേഞ്ച് ചെയ്തോ. ഡാർക്ക് ആണോ, നമുക്ക് ഓരോ ഡിഫറെന്റ് ഇത് കിട്ടുന്ന കാണാൻ പറ്റും. സോ മൾട്ടിപ്ലൈ, മെജോറിറ്റി വി ആർ ഗിവിംഗ് മൾട്ടിപ്ലൈ ഓൺലി. സോ ഒരു ഓബ്ജക്റ്റിന്റെ ഉള്ളിൽ വേറെ വല്ല പാറ്റേൺസ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മിക്സ് ചെയ്തോളാം. ഓക്കെ, സോ ഓൺലി വി ആർ യൂസിങ് പാറ്റേൺ ടൂൾ. Next one is history brush tool. History brush tool. ഇപ്പൊ ഹിസ്റ്ററി ബ്രഷ് ടൂൾ ഇപ്പോ നമ്മൾ ചിലപ്പോൾ ഈ ഒബ്ജക്റ്റീവ്, ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഇപ്പൊ ഞാനൊന്ന് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്ത് ഇതിനെ ജസ്റ്റ് ഈ ഒബ്ജക്റ്റീവ് ഹൈഡ് ആയി, അങ്ങനെ ഹൈഡ് ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിരിച്ച് ഞാൻ ഹിസ്റ്ററി ബ്രഷ് ടൂളിനെ യൂസ് ചെയ്ത് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും ആ ഒബ്ജക്റ്റീവിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഹിസ്റ്ററിയിൽ നമുക്കിരുന്ന ഒബ്ജക്റ്റീവിനെ തിരിച്ചും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ, ദാറ്റ്സ് വെരി ഡിഫറെന്റ് ടൂൾ. ഇപ്പൊ ഇതൊരു ഈ ആകാശത്തിനെ ഇന്ന് നമുക്ക് കുറച്ച് മിക്സഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്ത്. ചില ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഡ്രോയിങ്സിന്റെ ഇമേജസ് മാറ്റുമ്പോൾ നമുക്ക് ഇത് ഇന്നും യൂസ് ആവും. ഹാർഡ്നെസ് വേണമെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, ഇത് കാണുമ്പോൾ മനസ്സിലാവും. സോ ഹാർഡ്നെസ് കൂട്ടിയോണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഹാർഡ്നെസ് ഇന്നും കുറച്ചുകൂടെ കുറച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നെങ്കിൽ ആകാശത്തിന്റെ കളറിൽ കുറച്ച് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതുപോലത്തെ കാര്യത്തിലാണ് നമ്മൾ ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് വി ഗോയിങ് ടു സീ എറേസർ ടൂൾ. ഓക്കെ, എറേസർ ടൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. പല സ്ഥലങ്ങൾക്ക് നമുക്ക് യൂസ് ആവും. ഇപ്പോൾ എറേസർ ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഈ എറേസർ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ അത് എറേസ് ആയി പോകും. ഓക്കെ, നമുക്ക് ഈ പാർട്ട് മാത്രം കാണുന്നുണ്ടെങ്കിൽ ആ പാർട്ട് നമുക്ക് എറേസ് ചെയ്യാം. സോ വി ആർ യൂസിങ് എറേസർ ടൂൾ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ, നമുക്ക് ഒരു പർട്ടിക്കുലർ ലോഗോ ആണ്, ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് എനിക്ക് എറേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എറേസർ ടൂൾ യൂസ് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം എനിക്ക് എറേസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫയലിനെ ഒരു JPG ഫയലിനെ PNG ആയിട്ട് മാറ്റാനൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ നമുക്ക് യൂസ് ആവും. Okay, so again that next one is magic eraser tool. ഇത് വളരെ ഡിഫറെന്റ് ടൂൾ ആണ്. ഈ ടൂളിനെ പ്രസ് ചെയ്ത് ഇപ്പൊ ഇത് ഇത്രയും ഓരോ സെയിം ഓബ്ജക്റ്റീവ് അല്ലേ, ഇതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റീവ് മാത്രം നമുക്കിപ്പോ ഇതിനെ ഈ ഇമേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഇമേജിനെ ഫ്രഷ് ആയിട്ട് അകത്തുകൊണ്ട് വരാം. ഡെസ്ക്ടോപ്പിൽ ചെന്ന് പർട്ടിക്കുലർ ഇമേജ്. ഓക്കെ, ഇപ്പോ ഈ മാജിക് എറേസർ ടൂളിനെ യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ ഓബ്ജക്റ്റിന്റെ ഉയരെ വെച്ച് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമുക്ക് ചേഞ്ച് ആവും. ഇതിന്റെ പുറത്ത് നമുക്ക് വേറെ കളർ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
So only we are using for the magic eraser tool. Okay, അടുത്തത് നോക്കാൻ പോകുന്ന ഗ്രേഡിയന്റ് ടൂൾ. ഇതൊരു ഡിഫറെന്റ് ആയിട്ട് ടൂളാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കളർ നമുക്ക് ചൂസ് ചെയ്തോളാം. ചൂസ് ചെയ്തിട്ട് ഇപ്പൊ ഞാനൊരു ലെയർ ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ അതിനെ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഞാൻ ക്രാക്ക് ചെയ്തുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് കളർ ലൈക്ക് ദിസ്. അത് മാത്രമല്ല, ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് അതുപോലെ ആ കളറിന്റെ ഹാർഡ് ലെവലും സോഫ്റ്റ് ലെവലും നമുക്ക് ഒരേ സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അത് ഏത് സൈസിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് നമുക്ക് മാറ്റിക്കോളാം. അതുപോലെ ജസ്റ്റ് അതിന്റെ ഒപ്പാസിറ്റി ലെവൽ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ഗ്രേഡിയന്റ് ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് നോക്കുന്നത് ബക്കറ്റ് ടൂൾ, പെയിന്റ് ബക്കറ്റ് ടൂൾ. സോ പെയിന്റ് ബക്കറ്റ് ടൂൾ നമ്മൾ നിറച്ച കാര്യത്തിൽ നമ്മൾ തിരിച്ചും നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഇപ്പൊ റെക്ടാംഗിൾ ടൂൾ ഫിക്സ് ചെയ്ത് ഞാൻ ഒരു സർക്കിൾ വരെയാണ്. സോ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ പെയിന്റ് ബക്കറ്റ് ടൂൾ എടുത്ത് ഞാൻ ഒരു കളർ ചൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ സ്പേസിൽ എനിക്ക് ആ കളർ മാറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലെയിൻ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എനിക്ക് ഒരു ഓബ്ജക്റ്റീവ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഈ പെയിന്റ് ബക്കറ്റ് ടൂളിനെ യൂസ് ചെയ്ത്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് ഒന്ന് എലിപ്സ് ടൂൾ യൂസ് ചെയ്ത് ഞാനൊരു ഈ എലക്ട്രിക്കൽ മാർക്കറ്റ് ടൂൾ യൂസ് ചെയ്ത് ഞാൻ ഒരു റൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, റൗണ്ട് കൊടുത്തതിന് ശേഷം ഈ ബക്കറ്റ് ടൂളിനെ, ഈ പെയിന്റ് ബക്കറ്റ് ടൂളിനെ യൂസ് ചെയ്ത് ജസ്റ്റ് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ കളറാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം അങ്ങനെ. ഓക്കെ, സോ ഇതിനൊക്കെയാണ് നമ്മൾ പെയിന്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റീവിന് നമുക്ക് പെയിന്റ് കൊടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് വന്നത് 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂളാണ്. സോ ഈ ടൂൾ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ സ്കിപ്പ് ദാറ്റ് വൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബ്ലർ ടൂൾ. ബ്ലർ ടൂളിനെ പ്രസ് ചെയ്ത് നമുക്ക് ആ പർട്ടിക്കുലർ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ബോർഡറിനെ ബ്ലർ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ബ്ലർ ടൂൾ യൂസ് ചെയ്യാം. നമുക്കറിയാം സ്ക്രീൻ ബ്ലർ ആവും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒന്ന് ഷാർപ്പൺ ടൂൾ. ബ്ലർ ആയിട്ടിരിക്കുന്ന കാര്യത്തിനെ ഷാർപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊന്ന് ഷാർപ്പ് ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഈ സർക്കിൾ മാത്രമല്ല, ഒരു ഇമേജ് ആണെങ്കിലും ഇപ്പൊ ഒരു ഇമേജിനാണെങ്കിലും നമുക്ക് ഷാർപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷാർപ്പ് ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഐനെ എനിക്ക് ഷാർപ്പ് ആക്കണമെങ്കിൽ ബ്ലർ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളെ ഷാർപ്പാക്കാൻ ഷാർപ്പ് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഇസ് സ്മച്ച് ടൂൾ. ഈ സ്മച്ച് ടൂൾ യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റീവിനെ നമുക്ക് അതിനെ ഇന്നും കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ വലുതാക്കാം. സോ ഫേസസിലൊക്കെ ഇപ്പോൾ ഈ ഇതുപോലെ ഇപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്പേസിൽ എനിക്ക് അതിനെ ഇന്നും കുറച്ചുകൂടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ സ്മച്ച് ടൂൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡോട്ട്സ് ടൂൾ. ഈ ഡോട്ട്സ് ടൂൾ ഇവിടെ എനിക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് കൊണ്ടുവരാം വൈറ്റ് ആയിട്ട്. ചില അഴുക്കായിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അത് നമുക്ക് വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ സ്മച്ച് ടൂൾ യൂസ് ചെയ്താൽ മതി, ഡോട്ട്സ് ടൂൾ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇസ് ബൺ ടൂൾ. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന് നമുക്ക് ഇന്നൊരു ഡാർക്ക് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് ഉണ്ട് സ്പോഞ്ച് ടൂൾ. നമുക്കൊരു സ്പോഞ്ച് എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അത് യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
ഓക്കെ, നമുക്ക് നേരത്തെ കൊടുത്ത ആ ഷാർപ്നെസ് അതുപോലെ സ്പാങ്നെസ് കൊണ്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അടുത്ത് പെൻ ടൂളാണ്. സോ പെൻ ടൂൾ നമുക്ക് ഏതൊരു ആബ്ജക്റ്റീവിനെ അത് ഏത് ഷേപ്പിലാണെങ്കിലും ആ ആബ്ജക്റ്റീവിനെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇത് ഈ ഷേപ്പ് ടൂളാണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് ടൂളിനെ യൂസ് ചെയ്ത് നമുക്ക് ഈ പർട്ടിക്കുലർ ആബ്ജക്റ്റീവ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ആബ്ജക്റ്റീവിനെ അതിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ എപ്പോഴും പെൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്തിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്ഥലത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ കൊണ്ട് ഫിനിഷ് ആയിട്ട് കൺട്രോൾ എൻ്റർ കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ആബ്ജക്റ്റീവ് സെലക്ട് ആവും. സോ അതിനെ ഒന്ന് മൂവ് ടൂൾ പ്രസ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും അത് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. പെൻ ടൂളിൽ തന്നെ നമുക്ക് ഫ്രീ ഫോം പെൻ ടൂൾ ഉണ്ട്. അത് ഇത്രയും സ്റ്റിക്ക് ആയിട്ടിരിക്കത്തില്ല. നിങ്ങൾക്ക് ആവശ്യം പോലെ ഫ്രീ ഫോം ആയിട്ട് എവിടെ വേണമെങ്കിലും ഗ്യാപ്പ് ഇട്ട് അത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ചിലപ്പോൾ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യണം. സോ കൺട്രോൾ സെലക്ട് ചെയ്യാം. അതുപോലെ ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൺട്രോൾ അത് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ഫോം പെൻ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് കർവേച്ചർ പെൻ ടൂൾ. സോ കർവേച്ചർ പെൻ ടൂളിനെ യൂസ് ചെയ്ത് നമുക്കിതുപോലെ കുറച്ച് ഫ്രീ ഫോം ആയിട്ട് തന്നെ അതും ചില സെലക്ഷൻസ് നോർമലായിട്ട് സെലക്ഷൻ ചെയ്യുന്ന ചില ഇടങ്ങളൊക്കെ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ആണ് വി ആർ യൂസിങ് ദ പെൻ ടൂൾസ്. ഓക്കെ, ഈ പെൻ ടൂൾ ഇപ്പോ നെക്സ്റ്റ് ഇവിടെ നമുക്കുള്ളത് ആഡ് ആങ്കർ പോയിന്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഈ പെൻ ടൂളിനെ യൂസ് ചെയ്ത് ഞാനൊരു സർക്കിൾ ഒരു ഒബ്ജക്റ്റീവ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ ഈ ആഡ് ആങ്കർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ട് ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് രണ്ടിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പോയിന്റ് കൂടെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് പോയിന്റ്സ് ക്രിയേറ്റ് ആവും. സോ അതിനാണ് നമ്മൾ ആഡ് ആങ്കർ പോയിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോയിന്റ് എനിക്ക് ഇതിന്റെ ഇടയിൽ നമുക്ക് ഇതൊരു പോയിന്റ് വേണം. സോ അതിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആൻഡ് ഡെലിറ്റ് ആങ്കർ പോയിന്റ്, ആ പോയിന്റിനെ റിമൂവ് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എന്ന് പറയുന്നത് വരുന്നത് കാണാൻ പറ്റും. സോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പർട്ടിക്കുലർ പോയിന്റ് റിമൂവ് ആവുന്നത് കാണാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺവേർട്ട് പോയിന്റ് ടൂൾ. ഒരു പോയിന്റിനെ ഒരു സ്ഥലത്തിന് ഇന്നൊരു സ്ഥലത്ത് കൺവേർട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആ ടൂൾ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ടൂൾ ആണ്. സോ ടെക്സ്റ്റ് ടൂൾ നമ്മൾ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവും. സോ ടെക്സ്റ്റ് ടൂൾ വളരെ ഈസിയാണ് ഫോട്ടോഷോപ്പിൽ. ഇപ്പോ ഞാൻ ടെക്സ്റ്റ് ടൂൾ ജസ്റ്റ് ഒരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ടീനെ നമ്മൾ പ്രസ് ചെയ്യണം. ഈ ടീനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ നോർമലായിട്ട് ഒരു ലെയർ നമുക്ക് ക്രിയേറ്റ് ആവും. സോ ആ ടെക്സ്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ അകത്ത് തന്നെ വെച്ചിട്ട് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ദിസ് ഈസ് മൈ ഡെമോ ടെക്സ്റ്റ്. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് ടൂളിൽ തന്നെ നമുക്ക് ഈ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ ഉണ്ട്. അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ വെർട്ടിക്കലായിട്ട് ആ ടെക്സ്റ്റിനെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ സെന്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം വെർട്ടിക്കലായിട്ട് വരും ഇതുപോലെ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂൾ. ഈ മാസ്ക് ടൂള് നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറിൽ വേണമെങ്കിലും ആ ടൂൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് ഇതിനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു കളർ എഫക്റ്റിൽ വരുന്നത് കാണാൻ പറ്റും. സോ ഇപ്പോൾ അത് പോകുമ്പോൾ ആ കളർ പോയി നമുക്ക്. ഓക്കെ, സോ അതുപോലെ ഹറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ, ആ മാസ്ക് ടൂൾ ഹറിസോണ്ടൽ ടൈപ്പിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടെക്സ്റ്റ് മാസ്ക് ടൂൾ ആണ് ഈ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പാത്ത് സെലക്ഷൻ ടൂൾ. ഇപ്പോ നമുക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ടെക്സ്റ്റിനെ
ഒരു പാത്തിലോട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു പെൻ ടൂൾ യൂസ് ചെയ്ത് ഞാനൊന്ന് ഒരു പാത്ത് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ആ പെൻ ടൂൾ യൂസ് ചെയ്ത് ഞാനൊരു പാത്ത് ഇവിടെ കൊടുക്കും. ആ പാത്തിന്റെ പുറത്ത് എനിക്ക് ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അതൊരു പാത്തിന്റെ പുറത്ത് വെച്ച് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാത്തിന് ഏറ്റതുപോലെ ആ ടെക്സ്റ്റ് മാറും. നിങ്ങൾ ഏത് ടൈപ്പ് ചെയ്താലും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. സോ അപ്പോ ഇതിനെ ഈ പാത്ത് സെലക്ഷൻ ടൂൾ വെച്ചെന്നുണ്ടെങ്കിൽ ഈ പാത്തിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ പാത്ത് എങ്ങോട്ടാണ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഹോൾ പാത്തിനെയും എന്നെ കൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പാത്ത് സെലക്ഷൻ ടൂളിനെ യൂസ് ചെയ്ത്. ഓക്കെ, അതുപോലെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഒരു പാത്തിനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാം എവിടെ വേണമെങ്കിൽ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ദാറ്റ്സ് എ ഷേപ്പ് ടൂൾ. സോ ഷേപ്പ് ടൂൾ അതിനൊരു സെപ്പറേറ്റ് ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇതിൽ ആദ്യം കാണുന്നത് റെക്ടാങ്കിൾ ടൂളാണ്. റെക്ടാങ്കിൾ ടൂൾ. സോ ഈ റെക്ടാങ്കിൾ ടൂളിന് നമുക്ക് ഇതുപോലെ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഫിൽ കളർ നമ്മൾ ഏത് കളർ കൊടുക്കുന്നോ ആ കളറിലോട്ട് അത് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ സ്ട്രോക്ക് ഉണ്ട്. ഈ സ്ട്രോക്കിൽ ഗ്രീൻ ആണോ ബ്ലൂ ആണോ കൊടുത്തിട്ട് ഇപ്പൊ ബ്ലാക്ക് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ട്രോക്കിന്റെ സൈസ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. സോ സ്ട്രോക്ക് നമ്മൾ എന്ത് കൊടുക്കണോ അതുപോലെ സ്ട്രോക്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുപോലെ ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ ഉണ്ട്. നമുക്ക് ഈ കോർണർ റൗണ്ടഡിൽ വരും നമുക്ക്. സോ അതുപോലെ ഫിൽ കളർ നമുക്ക് എന്ത് കളറാണ് വേണോ മാറ്റിക്കൊള്ളാം. സോ ഏത് കളറാണ് വേണോ ആ കളറിലോട്ട് നമുക്ക് ഫിൽ കളർ കൊടുക്കാം. അതുപോലെ സ്ട്രോക്ക് ഏത് കളറിലോട്ട്, ഏത് സ്ട്രോക്ക് എങ്ങനെ വേണം, സ്ട്രോക്ക് ബ്ലാക്കിലാണോ ഏത് കളറിലോട്ട് വേണമെന്നുള്ളത് സ്ട്രോക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ നെക്സ്റ്റ് എലിപ്സ് ടൂൾ റൗണ്ട് ആണ്. സെയിം ലൈക്ക് ഗ്രീൻ കളറാണ് ഫിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളറോ മാറ്റിക്കൊള്ളാം. അതുപോലെ നമുക്ക് സ്ലൈസ് സ്ട്രോക്ക് ഏത് സ്ട്രോക്കാണ് വേണ്ടത് ആ സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഈ സ്ട്രോക്ക് എങ്ങനെയാണ് വേണ്ടത്, ഏത് സ്റ്റൈലിലാണ് വേണ്ടതോ ആ സ്റ്റൈലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ സ്ട്രോക്സ് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സൈസിൽ ആ സ്ട്രോക്ക് വന്ന് കാണാൻ പറ്റും. ആ സ്ട്രോക്കിന്റെ സൈസ് കുറച്ചെന്നുണ്ടെങ്കിൽ ഈ റൗണ്ടിന്റെ സൈസ് കുറഞ്ഞത് കാണാൻ പറ്റും. സോ വി ക്യാൻ ഗിവ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പോളിഗൺ ടൂൾ. പോളിഗൺ ടൂൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. നിങ്ങൾക്ക് ഈ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ടു ദിസ് പോളിഗൺ ടൂൾ ഉണ്ട്. പോളിഗൺ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ സ്ലൈഡ്സ് 3 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കുലർ ആണ്. ബട്ട് ഈ ട്രയാങ്കുലറിൽ നമുക്ക് ഒരു സ്റ്റാർ സൈസിലാണ് വരുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മൂത്ത് കോർണേഴ്സിനെയും സ്റ്റാറിനെയും നമ്മൾ റിമൂവ് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രയാങ്കിൾ ടൂൾ കിട്ടും. അത് നമുക്ക് സ്റ്റാർ ആണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്മൂത്ത് കോർണറിനെയും സ്റ്റാറിനെയും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്ലൈഡ്സിന്റെ ഇത് ഒരു 15 ആക്കിയതുകൊണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാറിന്റെ റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ലൈൻ ടു. സോ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹാൻഡ് ടൂൾ ആണ്. ഹാൻഡ് ടൂൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ ഫോട്ടോഷോപ്പ്. ഇപ്പോൾ ഹാൻഡ് ടൂളില് ഇതാണ് ഒരു ഇമേജ്. ഈ ഇമേജിനെ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ട് ഈ ഹാൻഡ് ടൂളിനെ യൂസ് ചെയ്ത് ഏത് പൊസിഷനാണോ നമുക്ക് വേണ്ടോ ആ പൊസിഷനിലോട്ട് നമുക്ക് അതിനെ കൊണ്ടുവന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഹാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റൊട്ടേറ്റ് വ്യൂ ടൂൾ. ഇമേജ് എന്നുണ്ടെങ്കിൽ ഈ ഇമേജിനെ ഞാൻ റൊട്ടേറ്റ് വ്യൂ ടൂൾ യൂസ് ചെയ്ത് ഏത് പൊസിഷനിലോട്ട് നമുക്ക് മാറ്റിക്കൊള്ളാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സൂം ടു. നമുക്കൊരു ഇമേജ് സൂം ചെയ്ത് നോക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് താഴെ ഉള്ളത് കളർ ടു. നമുക്ക് കളർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഫോട്ടോഷോപ്പിന്റെ ഈ ചാനൽ ഏത് ടൂൾ നമ്മൾ നോക്കി. സോ ഫോട്ടോഷോപ്പിന്റെ ഫുൾ കോഴ്സ് വേണമെങ്കിൽ താഴെ എൻ്റെ ഉഡമി കോഴ്സിന്റെ ലിങ്കും അതുപോലെ വോഡാമി വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിന്റെ ഫുൾ കോഴ്സും പഠിക്കാം. അതുപോലെ മറക്കാതെ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. താങ്ക് യു. ബൈ.